നമസ്കാരം. എസ് വി ജേണലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. എപ്പോഴും പറയാറുള്ളത് പോലെ തന്നെ നമ്മുടെ വീഡിയോയുമായി ബന്ധപ്പെട്ടിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ, അഭിപ്രായ വ്യത്യാസങ്ങളെല്ലാം കമന്റുകളായി രേഖപ്പെടുത്താൻ മറക്കരുത്. നമുക്ക് വിഷയത്തിലേക്ക് പോകാം. ഒരുപക്ഷേ ലോകം കണ്ടതിൽ വെച്ച് ഏറ്റവും ചരിത്രപരമായ മുഹൂർത്തം എന്ന് വിശേഷിപ്പിക്കാൻ കഴിയുന്ന ഒന്നാണ് കഴിഞ്ഞ ദിവസം വയനാട്ടിൽ നമ്മൾ കണ്ടത്. നമ്മുടെ സംസ്ഥാന സർക്കാർ 178 വീടുകൾ ആദ്യഘട്ടം എന്നുള്ള നിലയിൽ ആ വീടിൻ്റെ കൈമാറ്റം നടത്തിയിരിക്കുന്നു. അതായത് അതിജീവിതർ എന്ന് പറയാം. അങ്ങനെ അവരെ അതിജീവിതർ എന്ന് വിളിക്കുന്നില്ല. അവർ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ ത്യാഗങ്ങൾ അനുഭവിച്ചു. അവരുടെ എല്ലാം നഷ്ടപ്പെട്ടു, എല്ലാം കൈവിട്ടു പോയി, കുടുംബം പോയി, പിന്നെ സ്വത്തുവകകളെല്ലാം നഷ്ടപ്പെട്ടവരെ സർക്കാർ ചേർത്ത് പിടിച്ചതിൻ്റെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമായി നമുക്ക് വയനാട് ടൗൺഷിപ്പ് പദ്ധതിയെ നമുക്ക് കാണാം. കെ രാജൻ പ്രസംഗമധ്യേ പറയുന്നുണ്ടായിരുന്നു, പലരും എഴുത്ത് വെച്ച് പറഞ്ഞു ഇത്രയും കോടി രൂപ കിട്ടിയില്ലേ, അവർക്കൊക്കെ ഓരോ തുക, അതായത് പിന്നെ എല്ലാവരെയും കൂടെ കണക്കാക്കിക്കൊണ്ട് തുക വീതിച്ച് അവർക്ക് നൽകിയാൽ അവരെവിടെയെങ്കിലും പോയെങ്കിൽ ജീവിച്ചുകൊള്ളില്ലേ, എന്തിനാണ് സർക്കാർ ഇങ്ങനെയൊരു ഉദ്യമത്തിന് തയ്യാറെടുക്കുന്നത്? അപ്പോൾ നമ്മുടെ മുഖ്യമന്ത്രി പറഞ്ഞ ഒരു വാക്കുണ്ട്, അതല്ല വേണ്ടത്. അവർക്ക് വേണ്ടത് ഒരു നഗരം സൃഷ്ടിച്ചു കൊടുക്കലാണ്. അവരതുവരെ താമസിച്ചു വന്നിരുന്ന, അവർക്ക് എല്ലാ കാര്യങ്ങളും കിട്ടുന്ന സ്കൂളായി, അംഗൻവാടികളും കളിസ്ഥലവും എന്ന് വേണ്ട സകലമാന സൗകര്യങ്ങളോടും കൂടി അവർക്കൊരു ടൗൺ ആണ്, ഒരു നഗരമാണ് അവർക്ക് വേണ്ടത് എന്ന് മുഖ്യമന്ത്രിയുടെ ഒരു വലിയ ആശയമായിരുന്നു എന്ന് തന്നെയാണ് പറയപ്പെടുന്നത്. ശരിക്കും അത് സാധിക്കുമ്പോൾ കേരളത്തിൻ്റെ ആ ഒരു, ഇപ്പം നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ കേരളത്തിൻ്റെ ഒരു മുഖം കാണിക്കാൻ വേണ്ടിയിട്ട്, വികൃതമാക്കി കാണിക്കാൻ വേണ്ടിയിട്ട് കേരള സ്റ്റോറി പുറത്താക്കിയതുപോലെ അല്ല ഇത് കേരളത്തിൻ്റെ യശസ്, അല്ലെങ്കിൽ കേരളത്തിലെ ജനങ്ങൾ എത്രത്തോളം സന്മനസ്സോടുകൂടി പ്രവർത്തിക്കുന്നവരാണ് ഏതൊരു വിഷയം വരുമ്പോഴും എന്നുള്ളതിൻ്റെ ഉദാഹരണമായി തന്നെ നമുക്ക് ചൂണ്ടിക്കാണിക്കാൻ കഴിയും. സർക്കാർ ഇങ്ങനെയൊരു ആശയം മുന്നോട്ട് വയ്ക്കുന്നു. ആ ആശയത്തിനനുസരിച്ചുകൊണ്ട് എല്ലാ വകുപ്പുകളെയും ക്രോഡീകരിക്കാൻ സാധിക്കുന്നു. അതൊരു പക്ഷേ ഈ നിശ്ചയദാർഢ്യത്തോടു കൂടിയുള്ള, ചങ്കൂറ്റത്തോടു കൂടിയുള്ള ഒരു നിലപാടുള്ള ഒരു മുഖ്യമന്ത്രിക്കോ അല്ലെങ്കിൽ ഒരു ജനനേതാവിനെ കൊണ്ട് മാത്രം സാധിക്കുന്ന ഒരു കാര്യമാണെന്ന് പറയേണ്ടി വരും. എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത് എന്ന് ചോദിച്ചാൽ, നമുക്കറിയാം വയനാട് മുണ്ടക്കൈ ചൂരൽമല ഉരുൾപൊട്ടലുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇപ്പോഴും നമ്മൾ ആകെ ആശങ്കയിൽ നിൽക്കുന്ന ഒരു കാര്യമുണ്ട്. ആശങ്ക എന്ന് പറഞ്ഞാൽ അങ്ങനെയല്ല, ഒരു സംശയം. എന്താണ് സംശയം ചോദിച്ചാൽ, ഒരു കല്ല് മുളയ്ക്കുമോ എന്നുള്ളതാണ് നമ്മുടെ സംശയം. ഏത് കല്ലാണ് എന്ന് നമുക്കെല്ലാവർക്കും അറിയാം. കഴിഞ്ഞ ദിവസം കൊട്ടിഘോഷിച്ചുകൊണ്ട് പ്രിയങ്ക ഗാന്ധിയും രാഹുൽ ഗാന്ധിയും വന്ന് നിന്നുകൊണ്ട് കുന്നമ്പറ്റ എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു കല്ല് നാട്ടുന്നു, ഒരു ശിലാസ്ഥാപനം നടത്തുന്നു. ആ ശിലാസ്ഥാപനം നടത്തിയ ആ കല്ല് ഒന്ന് വളർന്ന് വലുതാകുമോ എന്നുള്ളതാണ് നേരത്തെ സൂചിപ്പിച്ച ആ സംശയം. എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ, നമുക്കറിയാം OJ ജനീഷ് അടക്കമുള്ള, സണ്ണി ജോസഫ് അടക്കമുള്ള, ടി സിദ്ദിഖ് അടക്കമുള്ള, VD സതീശൻ അടക്കമുള്ള മുതിർന്ന കോൺഗ്രസ് നേതാക്കന്മാരെല്ലാവരും തന്നെ പറഞ്ഞ ഒരു കാര്യമുണ്ടായിരുന്നു, സർക്കാർ വീട് കൊടുക്കുന്നതിനോടൊപ്പം ഞങ്ങളുടെ വീടും കൊടുത്തിരിക്കും എന്നാണ് പറയുന്നത്. സർക്കാരിൻ്റെ വീടുകൾ ഏപ്രിൽ മാസത്തോടു കൂടി പൂർണ്ണമായി കൊടുക്കാൻ സാധിക്കും എന്നുള്ളത് തന്നെയാണ് നമുക്ക് വിശ്വസിച്ചേ പറ്റൂ. കാര്യം സർക്കാർ പറഞ്ഞ കാര്യങ്ങൾ സർക്കാർ ചെയ്തു തരുന്ന ഒന്നാണ് എന്ന് നമുക്കറിയാവുന്നത് കൊണ്ട് തന്നെ ഏപ്രിൽ മാസത്തോടു കൂടി ബാക്കിയുള്ളവർക്കും കൂടി വീട് ലഭിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും നമുക്ക് കാണേണ്ടതില്ല. അക്കാര്യത്തിൽ ഇവിടെ നമ്മൾ നോക്കിക്കോളൂ, നമ്മൾ ആരെയാണ് വിശ്വാസത്തിൽ എടുക്കേണ്ടത്? പറഞ്ഞ കാര്യം ചെയ്തു കാണിച്ച ഇടതുപക്ഷ സർക്കാരിനെയാണോ, ഇനി ഇതിൻ്റെ പേരും പറഞ്ഞുകൊണ്ട് പണം പിരിച്ച് ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടാൻ വേണ്ടിയിട്ട് നാഴികയ്ക്ക് 40 വട്ടം 300 അഭിപ്രായങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന പ്രതിപക്ഷത്തെയാണോ നമ്മൾ വിശ്വസിക്കേണ്ടത്? നമുക്കറിയാം പ്രിയങ്ക ഗാന്ധി വരുന്നു, പ്രിയങ്ക ഗാന്ധി വന്ന് ശിലാസ്ഥാപനം നടത്തുന്നു, എന്നിട്ടും പറയുകയാണ് ഞങ്ങൾ ഇത്ര സ്ഥലം കൂടി ഇനി ഏറ്റെടുക്കാനുണ്ട്, ഇത്ര വീടുകൾ അവിടെ പൂർത്തീകരിക്കുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മളെ കബളിപ്പിക്കുകയാണ്. 1,05,00,000 രൂപ ഞങ്ങളുടെ കയ്യിൽ ഇരിപ്പുണ്ട് എന്ന് പറഞ്ഞ OJ ജനീഷ് എന്ന് പറയുന്ന യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷനെയും നമുക്കറിയാം. അതോടൊപ്പം തന്നെ ഈ പണം അത്രയും പിരിച്ചത് ഏത് വഴിക്ക് പോയി, പണമല്ല ഞങ്ങളുടെ അക്കൗണ്ടിലുണ്ട് എന്നവർ പറയുന്നുണ്ട്, 1,05,00,000 രൂപ. എന്നിട്ട് ഇതേ മഹാപഞ്ചായത്തിൽ വെച്ച് ഈ തുക ചെക്കാക്കി KPCCക്ക് കൈമാറുകയും ചെയ്തു. എന്നാൽ KPCCയുടെ കയ്യിൽ എത്ര കോടി രൂപയുണ്ട് എന്നുള്ള കാര്യത്തിൽ നമുക്ക് ഇപ്പോഴും അറിയില്ല. ഈ സ്ഥലം ആരുടെ പേരിൽ രജിസ്റ്റർ ചെയ്തിരിക്കുന്നുവെന്നോ, ഏതൊക്കെ നിർമ്മാണ കമ്പനികളുമായി ചേർന്നിട്ടാണ്, അല്ലെങ്കിൽ ഏത് കൺസ്ട്രക്ഷൻ കമ്പനിയുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് അവിടെ വീടുകൾ പണിയാൻ ഉദ്ദേശിക്കുന്നത് തുടങ്ങിയ കാര്യങ്ങളെക്കുറിച്ച് നമുക്കൊന്നും അറിയില്ല. മലയാളിയെ സംബന്ധിച്ചിടത്തോളം ഇഗ്നോറൻ്റ് ആണ്, അറിവില്ലാത്തവരാണ് അക്കാര്യത്തിൽ എന്ന് നമുക്ക് പറയേണ്ടി വരും. നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മുടെ കേരളം ഒരുപക്ഷെ ഇദ്ദേഹത്തെയും കൂടെ ഉൾപ്പെടുത്തി ടി സിദ്ദിഖ് അടക്കമുള്ള അവിടുത്തെ എല്ലാ ജനപ്രതിനിധികളെയും ഉൾക്കൊള്ളിച്ചുകൊണ്ട് വളരെ ക്ലാസിക് ആയിട്ടുള്ള ഒരു പരിപാടി തന്നെയാണ് അവിടെ നടത്തിയത്. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം. അങ്ങനെ വന്നപ്പോൾ ജനങ്ങൾക്ക് എല്ലാവർക്കും ഒരു തോന്നലുണ്ടായി, ഇതാണ് ഞങ്ങളുടെ സർക്കാർ, ഞങ്ങൾക്ക് ഇത് ഒരു തെരഞ്ഞെടുപ്പ് സ്റ്റണ്ട് എന്ന് പറഞ്ഞിട്ട് തള്ളിക്കളയാൻ കഴിയുന്ന ഒരു കാര്യമാണോ? അല്ല. ഇതൊരു തെരഞ്ഞെടുപ്പ് സ്റ്റണ്ടല്ല,
ഇത് മുഖ്യമന്ത്രിക്ക് ഓവറായിട്ട് സ്കോർ ചെയ്യാൻ വേണ്ടിയിട്ട് മുഖ്യമന്ത്രി സംഘടിപ്പിച്ച ഒരു പരിപാടിയല്ല. ഇത് ജനങ്ങളുടെ പരിപാടിയാണ്. അവിടെ ഓരോരുത്തരും കൈകൂപ്പി നിന്ന ഓരോ മനുഷ്യരുടെയും ഉള്ളിൽ ഒരു പ്രാർത്ഥന ഉണ്ടായിരിക്കും. കഴിഞ്ഞുപോയ ഒരു കാലഘട്ടത്തിൽ, കഴിഞ്ഞ 2 വർഷക്കാലം കൊണ്ട് തങ്ങൾ അനുഭവിക്കേണ്ടി വന്ന ഒരു അരക്ഷിതാവസ്ഥയുണ്ട്, ജീവിതമുണ്ട്. എല്ലാം നഷ്ടപ്പെട്ടു പോയി ഒടുവിൽ എല്ലാം തിരിച്ചു പിടിക്കുന്ന ഒരു വക്കോളം എത്തി നിൽക്കുന്നവരുടെ ഒരു ആശ്വാസമുണ്ട്. അവരുടെ ഉള്ളിലേക്ക്, അവരുടെ കയ്യിലേക്ക് ആ പട്ടയവും ആ വീടിന്റെ താക്കോലും ഒക്കെ അങ്ങോട്ട് കൈമാറുമ്പോൾ അവരനുഭവിക്കുന്ന ഒരു സന്തോഷമുണ്ട്. ആ സന്തോഷം നമ്മൾ ജനങ്ങളെ കാണിച്ചു കൊടുക്കുകയാണ്. ഒരു ജനത്തെ മുഴുവൻ, അല്ലെങ്കിൽ ഒരു ലോകത്തെ മുഴുവൻ നമ്മൾ കാണിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇതാണ് കേരള മോഡൽ എന്ന് പറഞ്ഞാൽ. ഇതാണ് യഥാർത്ഥത്തിൽ ഒരു കേരള സ്റ്റോറി എന്ന് പറഞ്ഞാൽ. അല്ലാതെ വെറുപ്പിന്റെയും വിദ്വേഷത്തിന്റെയും ഈ പറയുന്ന പോലെ ബീഫിന്റെയും ഒന്നുമല്ല നമ്മുടെ യഥാർത്ഥ കേരള മാതൃക. സ്നേഹത്തിൻ്റെതാണ്, കരുതലിൻ്റെതാണ്. അവിടെ കെ രാജൻ മന്ത്രി അവിടെ നിന്ന് സംസാരിക്കുമ്പോൾ നമ്മൾ പലപ്പോഴും കേട്ടിട്ടുണ്ട്, അവിടെ ആരൊക്കെയോ വരികയാണ് PPE കിറ്റൊക്കെ ഇട്ടുകൊണ്ട്. മറ്റു പല സ്ഥലങ്ങളെ പോലൊന്നുമല്ല, എല്ലാവരും വളരെ ബഹുമാനത്തോടു കൂടി പരസ്പരം സഹകരണത്തോടു കൂടി ആരൊക്കെയോ വരുന്നു. അവിടെ രാഷ്ട്രീയക്കാരൻ ഏതാണെന്നോ, ഏത് ജാതിക്കാരനാണെന്നോ, ഏത് മതക്കാരനാണെന്നോ ഒന്നും ഒരു ഘട്ടത്തിൽ പോലും നമ്മൾ ചോദിച്ചിട്ടില്ല. അവരെല്ലാവരും കൂടെ ഒരുമിച്ച് ചേരുന്നു. ആ മണ്ണിനടിയിൽ കിടക്കുന്ന ഒരാൾ, അയാളുടെ ജീവൻ എങ്ങനെയെങ്കിലും രക്ഷപ്പെടുത്തി എടുക്കുക എന്നുള്ളതാണ് ലക്ഷ്യം. അപ്പോൾ ആ കിടക്കുന്ന ആളുടെ മതം നമ്മൾ ചോദിച്ചിട്ടില്ല. അയാൾ ബീഫ് തിന്നുന്നവനാണോ എന്ന് നമ്മൾ ചോദിച്ചിട്ടില്ല. ഇനി അതല്ല, അയാൾ മറ്റേതെങ്കിലും രാഷ്ട്രീയക്കാരനാണോ, നിങ്ങൾ കോൺഗ്രസ്സുകാരനാണോ, കോൺഗ്രസ്സുകാരനാണെങ്കിൽ DYFIക്കാർ പറയും നിങ്ങൾ അവിടെ കിടന്നോളൂ, നിങ്ങൾ ഉയർന്നു വരണ്ട എന്ന് പറയും. അങ്ങനെ വല്ലതും ഉണ്ടായോ? ഒന്നും ഉണ്ടായിട്ടില്ല. ഇവിടെ ഭൂമി നഷ്ടപ്പെട്ടവർക്ക് ഭൂമി കിട്ടിയപ്പോൾ, അല്ലെങ്കിൽ വീട് വെച്ച് കിട്ടിയപ്പോൾ അവരോട് ആരെങ്കിലും രാഷ്ട്രീയം ചോദിച്ചോ? നിങ്ങൾ ഏത് രാഷ്ട്രീയക്കാരനാണ് എന്ന് ചോദിച്ചോ? ഇല്ല. നിങ്ങൾ ഏത് മതക്കാരനാണ് എന്ന് ചോദിച്ചോ? ഇല്ല. നിങ്ങൾ ഏത് സമുദായത്തിൽ വിശ്വസിക്കുന്ന ആളാണെന്ന് ചോദിച്ചോ? ഇല്ല. നിങ്ങൾക്ക് എത്ര രൂപയുണ്ടെന്ന് ചോദിച്ചോ? ഇല്ല. നിങ്ങളുടെ തൊലിയുടെ നിറം ചോദിച്ചോ? ഇല്ല. നിങ്ങൾ ബീഫ് കഴിക്കുന്നവരാണോ എന്ന് ചോദിച്ചോ? ഇല്ല. ഇതൊന്നും ചോദിച്ചില്ല. നിങ്ങൾക്കെല്ലാം നഷ്ടപ്പെട്ടു. അവിടെയാണ് നമ്മൾ യഥാർത്ഥത്തിൽ പറഞ്ഞ ജനാധിപത്യത്തിൻ്റെയും മതേതരത്വത്തിൻ്റെയും മതസൗഹാർദ്ദത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും വലിയ ഉദാത്തമായ മാതൃക ഈ ലോകത്തോട് വിളിച്ചു പറയുന്ന ഒന്നായിരുന്നു നമ്മുടെ ടൗൺഷിപ്പിന്റെ ഉദ്ഘാടനം എന്ന് പറഞ്ഞാൽ. സത്യത്തിൽ ഇതൊരു പക്ഷേ കേരളത്തിന് മാത്രം സാധിക്കുന്ന ഒന്നാണ്. മറ്റു പല സംസ്ഥാനങ്ങളും, ഇവിടെ പറയുന്നത് ബീഹാർ പോലെ നമ്മൾ കേരളത്തെ മാറ്റി തീർക്കുമെന്ന് പറയുന്നു. ബീഹാർ തെരഞ്ഞെടുപ്പ് സമയത്ത് ഇവിടെ നമ്മുടെ കേരളത്തിൽ നിന്ന് പോയ പല മാധ്യമ പ്രവർത്തകരും അവിടെ കണ്ട കാഴ്ചകൾ അതിഭീകരമാണ്. ബീഹാറിൽ ഇതുപോലെ തന്നെ ഉണ്ടായ ഒരു സംഭവത്തിനെ തുടർന്ന് കുറച്ചുപേരെ സ്ഥലം മാറ്റി താമസിപ്പിച്ചു. അവിടെയുള്ള കുറച്ച് അഭയാർത്ഥികളെ മറ്റൊരിടത്തേക്ക് മാറ്റി താമസിപ്പിക്കുന്നു. ആ താമസിപ്പിക്കുന്ന സമയത്ത് അവിടേക്ക് ഒരു കുന്നിൻപുറത്തേക്ക് അവരെ കൊണ്ടുവന്ന് എന്ന് വെച്ചാൽ ഡംപ് ചെയ്തു എന്ന് പറയുന്നതാവും ശരി. അമിത്ഷായുടെ ബീഹാർ മോഡലാണ് ഞാൻ പറഞ്ഞു വരുന്നത്. അവിടെ കൊണ്ട് ഡംപ് ചെയ്യുകയാണ്. ആ ഡംപ് ചെയ്തെടുത്തേക്ക് അക്ഷരാർത്ഥത്തിൽ അങ്ങനെയാണ് സംഭവിച്ചത്. എന്നിട്ട് അവർക്ക് ചെറിയ ചെറിയ വീടുകൾ, അവർ ഈ പറയുന്ന മുളകൾ ഉപയോഗിച്ചുകൊണ്ടും ഓല മീൻസ് അവരുടെ പുല്ലുകൾ ഉപയോഗിച്ചുകൊണ്ടും ചെറിയ ചെറ്റകൾ പോലെ ഉള്ള ചെറിയ ചെറിയ വീടുകൾ അവർ നിർമ്മിക്കുന്നു. ബീഹാർ തെരഞ്ഞെടുപ്പ് സമയത്ത് അവിടുത്തെ ആതുരാലയങ്ങളെ കുറിച്ച് നമ്മൾ കണ്ടിരുന്നു. അതേസമയം അതിനോട് ചേർന്ന് അദാനിക്ക് അവരുടെ ഒരു പവർ ഹൗസ് നിർമ്മിക്കുന്നതിന് വേണ്ടിയിട്ട് റോഡിനോട് ചേർന്ന് നല്ല വെള്ളവും എല്ലാം വൈദ്യുതിയും ഒക്കെ അവർക്ക് കിട്ടുന്ന തരത്തിൽ അദാനിയെ പോലുള്ളവർക്ക് അവിടെ പ്രോപ്പർട്ടി അനുവദിച്ചു നൽകുന്നു. അതേസമയം കുടിവെള്ളം പോലും ഇല്ലാതെ, ആഹാരം പോലും കഴിക്കാനില്ലാതെ ഒരു വിഭാഗം ആളുകൾ അവിടെ കിടക്കുന്ന റിപ്പോർട്ട് ചെയ്ത് പല മാധ്യമ പ്രവർത്തകരെയും നമുക്കറിയാം. അവരവരുടെ അനുഭവങ്ങൾ പുറത്തേക്ക് വിളിച്ചു പറയുകയും ചെയ്യുന്നു. പലപ്പോഴും അവിടെ നിന്നുള്ള റിപ്പോർട്ടിംഗ് കാണുമ്പോൾ നമുക്ക് തോന്നാറുണ്ട്, ഇങ്ങനെയാണോ നമ്മുടെ യഥാർത്ഥത്തിൽ ഒരു കേരള ഒരു സർക്കാർ ജനങ്ങളോട് നിലനിൽക്കേണ്ടത് എന്ന് പലപ്പോഴും അവിടുത്തെ അവസ്ഥ കാണുമ്പോൾ തോന്നും. എന്നാൽ നമ്മൾ കേരളത്തിലേക്ക് വന്ന് നോക്കുമ്പോൾ ശരിക്കും ഇങ്ങനെ ഒരു എനിക്ക് തോന്നുന്നു, ഒരു കോൺഗ്രസ് ഇവിടെ ഭരിച്ചിരുന്നെങ്കിൽ ഒരു പക്ഷേ ഇങ്ങനെ ഒരു നന്മ ജനങ്ങൾക്ക് ഉണ്ടാകുമായിരുന്നു എന്ന് നമുക്കറിയില്ല. ഈ പറയുന്ന 3.25 കോടിയോളം വരുന്ന നമ്മുടെ ജനം നമ്മുടെ കേരളക്കാർ എല്ലാവരും വളരെ ആകാംക്ഷയോട് കൂടി കൈയടിച്ചിരുന്ന ഒരു സമയം തന്നെയാണ് കഴിഞ്ഞു പോയത് എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. ഇത് നമ്മൾ ലോകത്തോട് വിളിച്ചു പറയുന്ന യഥാർത്ഥ കേരള സ്റ്റോറിയാണ് എന്ന് തന്നെയാണ് പറയാനുള്ളത്. അങ്ങനെ ഒരു കേരള സ്റ്റോറിക്ക് കഥയും തിരക്കഥയും സംഭാഷണവും സംവിധാനവും എല്ലാം ഒരുക്കിയത് നമ്മുടെ ഇടതുപക്ഷ സർക്കാരാണ്. അതുകൊണ്ട് ആ സർക്കാരിൻ്റെ ഒരു ഇച്ഛാശക്തിയുടെ വിജയം തന്നെയാണ് ഈ ഒരു കേരള മോഡൽ. അങ്ങനെ നിരവധി പേരുടെ കണ്ണീരൊപ്പാൻ കഴിഞ്ഞ സർക്കാർ കൂടിയാണ് ഇതെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം.